നമസ്കാരം. നമ്മുടെ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സിൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസും അതേപോലെ തന്നെ ടൂൾസ് ഏതൊക്കെയാണ്, സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മുടെ വേർഷൻ കൺട്രോൾ സിസ്റ്റം ഏതാണെന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാനും അതിനെ അപ്ലോഡ് ചെയ്യാനും അതൊരു പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗിറ്റബാണ്. അതിനകത്തായിരിക്കും നിങ്ങളുടെ വർക്കുകളെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ എഴുതുന്ന കോഡുകളും നിങ്ങളുടെ പ്രൊജക്റ്റുകളൊക്കെ അതിനകത്തായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് പിന്നെ വരുമ്പോൾ അതായത് നിങ്ങൾ സിമുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സിമുലൈഡി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതിനകത്തായിരിക്കും സിമുലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് പിന്നെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സി പ്രോഗ്രാമിംഗ്, എംബഡഡ് സി മൊഡ്യൂൾസൊക്കെ വരുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കോഡുകൾ എഴുതാനും അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അതിനകത്തായിരിക്കും നമ്മൾ ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത് തന്നെ കുറേ അധികം എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വേറെ പ്രോഗ്രാമിങ്സും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ CPP, പൈത്തൺ, ജാവ, റസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ വേറെ ML പ്രൊജക്ട്സോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ കുറേ അധികം വേറെ എക്സ്റ്റൻഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഗിറ്റബ് കോപ്പൈലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് AI അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ കിട്ടും. പക്ഷേ നമ്മൾ ഇവിടെ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് ഒരു C കമ്പൈലർ യൂസ് ചെയ്തിട്ടുള്ള വിഷ്വൽ സ്റ്റുഡിയോയിൽ നമ്മൾ C പ്രോഗ്രാമിങ്ങൾ എഴുതുന്നു, അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ചില സമയത്ത് നമ്മൾ നോട്ട്പാഡിലോ നോട്ട്പാഡ്++ലൊക്കെ കോഡുകൾ എഴുതിയിട്ട് അത് നമ്മൾ ടെർമിനൽ യൂസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് നോക്കും. നമ്മുടെ GCC കമ്പൈലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമ്പൈലേഴ്സ് ഉണ്ട്, GCC, G++ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പൈൽ ചെയ്ത് നോക്കി അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഓൺലൈൻ കമ്പൈലേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ഓൺലൈൻ GDB കമ്പൈലേഴ്സ് അങ്ങനത്തെ കമ്പൈലേഴ്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ വിഷ്വൽ സ്റ്റുഡിയോ കോഡായിരിക്കും നമ്മൾ മെയിനായിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആൻഡ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ 8-bit മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് ആണ്. സോ 8-bit ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോചിപ്പ് സ്റ്റുഡിയോ ആണ്. അത് പണ്ടത്തെ AVR സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോചിപ്പ് സ്റ്റുഡിയോ ആണ്. അത് മൈക്രോചിപ്പ് ഇപ്പോൾ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലായിരിക്കും നമ്മൾ നമ്മുടെ 8-bit മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് എന്താ പറയുക, ഇതിൻ്റെ നമ്മുടെ ബ്രിഡ്ജ് സെഷനകത്ത് നമ്മൾ ആർഡിനോയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആർഡിനോ IDE യൂസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ നമ്മുടെ ബെയർ മെറ്റൽ ഡ്രൈവർ ഡെവലപ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ മൈക്രോചിപ്പ് സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാം. അതിനുശേഷം നമുക്ക് വരുന്ന 32-bit മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് ആണ്. അതിനകത്തുള്ള ബെയർ മെറ്റൽ ആൻഡ് ഡ്രൈവർ ഡെവലപ്മെൻറ്റ്, അതിനകത്തുള്ള ഫേംവെയർ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക STM32CubeIDE എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ST മൈക്രോ ഇലക്ട്രോണിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്, STM32Cube. നമ്മൾ അതിനകത്തായിരിക്കും കോഡുകൾ എഴുതുക. ഇവരുടെ തന്നെ ഒരു GUI ബേസ്ഡ് സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നൊക്കെ ഈസിലി കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഫ്രം ദി സ്ക്രാച്ച് കോഡ് എഴുതുന്നതായിരിക്കും. നമ്മൾ GUI ഉപയോഗിക്കുന്നില്ല. നമ്മൾ അതിൻ്റെ CubeIDEയിലായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആർട്ടോസിലാണെങ്കിൽ ഫ്രീ ആർട്ടോസ്, Zephyr ആർട്ടോസ് അതൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ IoT ഒക്കെ വരുന്ന സമയത്ത് ESP-IDF ആണ്. ESP32 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ESP-IDF-ലായിരിക്കും നമ്മൾ അതിൻ്റെ ബാക്കി ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാം. ആൻഡ് പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണെങ്കിൽ അതിനകത്ത് നമ്മൾ വേറെയും കുറേ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യണം, ഇപ്പോൾ എംബഡഡ് അല്ലാതെ AML അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് അത് റിലേറ്റഡ് പ്രോജക്റ്റുകൾ ചെയ്യണമെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഈസിലി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന മൊഡ്യൂൾ അഡ്വാൻസ്ഡിനകത്ത് വരുമ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം അത് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തന്നെ, ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനകത്ത് തന്നെ ആയിരിക്കും നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിക്കുന്നത്. അതിൽ വരുന്ന വേറൊരു ടോപ്പിക്കാണ് എംബഡഡ് ലിനക്സ്. സോ ആ ടോപ്പിക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലിനക്സ് ടെർമിനൽസ് എങ്ങനെ യൂസ് ചെയ്യണം, അതിനകത്തുള്ള കമാൻഡുകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ലിനക്സിനകത്ത് നിങ്ങൾക്ക് ഫ്രം ദ ടെർമിനലിന് എങ്ങനെ നിങ്ങൾക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്കൊരു കോഡ് എഴുതി എങ്ങനെ നിങ്ങൾക്ക് കമ്പൈൽ ചെയ്ത് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ എംബഡഡ് ലിനക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇപ്പോൾ എഡ്ജ് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് TinyML കാര്യങ്ങളൊക്കെ പഠിക്കും. സോ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്ന ടൂൾസും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർസും പ്ലാറ്റ്ഫോംസൊക്കെ. ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. താങ്ക് യു.